പാലായുടെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിക്കുറിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇന്ന് എൻ്റെ മുന്നിലുള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണായിട്ടുള്ള ദിയയും ദിയയുടെ പ്രിയപ്പെട്ട പിതാവ് വിനു പുളിക്കക്കണ്ടം എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ടാണ്. സ്വാഗതം. ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മുടെ ചെയർപേഴ്സൺ എന്ന വ്യക്തിയിലേക്കാണ് കിടക്കാം. ദിയ, എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക്, എങ്ങനെയാണ് അച്ഛൻ ഈ ഒരു കൈ പിടിച്ചുയർത്തി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഒരു പിതാവെന്ന രീതിയിൽ അഭിമാനവും സന്തോഷവും തോന്നി, ഉള്ളോട്ട് ബഹുമാനം തോന്നി. ഞാനൊരു സജഷൻ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞതുകൊണ്ട് അംഗീകരിച്ചതാണോ ഒരച്ഛൻ? അത് നമുക്ക് ബിനിച്ചേട്ടനേക്കാൾ നല്ലത് ദിയ പറയുന്നത്. അല്ല, ഇവിടെ അന്ന് ABVP-യോ SFI-യോ ക്യാമ്പസുകളിലില്ല. കോൺഗ്രസ് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ചെയർമാനായിട്ട് മത്സരിച്ചൊരു വ്യക്തിയാണ്. അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വം വിദ്യാർത്ഥി സമയത്ത് തന്നെ എനിക്ക് കിട്ടി. കോൺഗ്രസ്സുകാരനായിരുന്നു ഞാൻ. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വരെ ആയിരുന്നു, KPCC മെമ്പറായിരുന്നു. മാണിസാറിന് ഈ പ്രദേശത്ത് മോസ്കോ എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. CPM-ന്റെ കോട്ടയായിരുന്നു. സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി ഞാൻ പോയി, സംസ്ഥാന സെക്രട്ടറി ഞാൻ പോയി. ആയിരിക്കാം. അതല്ല, ഞാൻ എത്രയോ ഉന്നതമായ വെള്ളം ചേർത്തല്ല ഞാൻ വിശ്വസിക്കുന്നത് ബിനിച്ചേട്ടന്റെ ആ നിലപാടുകൾക്കുള്ള അംഗീകാരമാണ്. അതെ, എത്രയോ ഉയരത്തിലുള്ള നേതാവാണ് ഞാൻ. ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്നത്. പാലായുടെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിക്കുറിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇന്ന് എൻ്റെ മുന്നിലുള്ളത്. പാലായിൽ തന്നെയാണുള്ളത്. പാല എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ്, മാണിസാർ, അതുപോലെ അരമനകൾ, അച്ഛന്മാർ എന്ന് വേണ്ട എല്ലാ രാഷ്ട്രീയ വിഗതികളും ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു നഗരമാണ് പാല. ഇന്ന് പാല ചർച്ചയാകുന്നത് മറ്റ് രണ്ട് വ്യക്തിത്വങ്ങളുടെ പേരിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണായിട്ടുള്ള ദിയയും ദിയയുടെ പ്രിയപ്പെട്ട പിതാവ് വിനു പുളിക്കക്കണ്ടം എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടാണ്. ഇവർ രണ്ടുപേരുമാണ് ഇന്ന് നമ്മുടെ മൈൻഡ്സ്കേപ്പിൽ അതിഥിയായിട്ടിരിക്കുന്നത്. സ്വാഗതം. അപ്പോൾ ഇപ്പൊ എങ്ങനെയാണ് കാലാവസ്ഥ, രാഷ്ട്രീയ കാലാവസ്ഥ അടിമുടി പാലായിൽ മാറിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലേ കേരള കോൺഗ്രസ് ഇല്ലാതെ ഒരു ഭരണം പാലായിൽ വരുന്നത്? ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. നഗരസഭന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1947 പാലാ നഗരസഭ രൂപീകൃതമായിരുന്നത്. ആദ്യം പഞ്ചായത്തായിരുന്നു. അല്ല, നഗരസഭ രൂപീകരിക്കുന്ന സമയത്ത് തന്നെ നഗരസഭയായിരുന്നു അല്ലേ? പക്ഷേ 1949 ആദ്യമായി നഗരസഭ കൗൺസിൽ നിലവിൽ ചില രാഷ്ട്രീയ സാഹചര്യത്താൽ മാറിയിരുന്നു. അതിനുശേഷം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ് കേരള കോൺഗ്രസ് സ്ഥാപിതമായതിനു ശേഷം കേരള കോൺഗ്രസിന്റെ പ്രാതിനിധ്യമില്ലാതെ LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ അവരുടെ ചെയർമാൻ ആണ് വന്നിരിക്കുന്നത്. അവർക്ക് പാർട്ടിസിപ്പേഷൻ ഇല്ലാത്ത ഒരു നഗരസഭ കൗൺസിലും ഉണ്ടായിട്ടില്ല. അതിനാണ് ഇപ്പോൾ ഇവിടെ ഒരു മാറ്റം വന്നിരിക്കുന്നത്. അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് സത്യം പറഞ്ഞാൽ ജോസ് കെ മാണി വിഭാഗത്തിന് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അതിന് ഒരു വേറൊരു സാങ്കേതികമായ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? മാണിസാറ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ 50ാം വാർഷിക ദിനത്തിലാണ് അവർക്ക് ഈ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. സംഭവിച്ചതാണെങ്കിൽ അവരുടെ പരാജയത്തിന് അതൊരു ആക്കം കൂട്ടുന്നു. അവരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവരെ വിശ്വസിച്ചു പോകുന്ന അവരുടെ അണികൾക്ക് അത് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. സ്വാഭാവികമായിട്ടും ബിനിച്ചേട്ടനോട് എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കേരള രാഷ്ട്രീയം വളരെ വലിയ രീതിയിൽ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കൃത്യമായിട്ട് പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളാണ്. വർഷങ്ങളായിട്ട് എനിക്ക് 25 വയസ്സേ ഉള്ളെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയ വിഗതികൾ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നോക്കുന്ന ഒരാളാണ്. എപ്പോഴും പാല എന്ന് പറയുന്ന നഗരവും കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്നും എന്താ പറയുക, ഒരു നാണയത്തിൻ്റെ ഇരുവശം എന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പെട്ടിരിക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ്. എങ്ങനെയാണ് ഈ ഒരു പാലാ നഗരത്തെയും പാലാ നഗരത്തിലെ ഓർമ്മകളെയും അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പാലായിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ, ഞാനായിട്ട് എൻ്റെ പിതാവായിട്ടും അല്ല, ഞങ്ങൾ തലമുറകളായി ഇവിടെ ജനിച്ചു വളർന്ന ഒരു ആളെന്ന രീതിയിൽ എല്ലാ രീതിയിലും പാലായ്ക്ക് ഒരു പ്രസക്തി ഉണ്ടായിരുന്നു. അത് രാഷ്ട്രീയം മാത്രമായിരുന്നില്ല, ബിസിനസ്, പിന്നെ ഇവിടെ കാണുന്ന മീനിച്ചിലാറ്, അതുപോലെ പഴയ കാര്യങ്ങൾ എടുത്താൽ ബിസിനസ് മാത്രമല്ല, ഇവിടെ പാലാ അരമന, പാലായിലെ ഗതിവിഗതികളെ ഇന്നും നിയന്ത്രിച്ചിരുന്നു. അങ്ങനെ നിരവധി പ്രത്യേകതകൾ ഉണ്ടായിരുന്നു പാലായ്ക്ക്. പിന്നെ അതിലെല്ലാം ഉപരി എൻ്റെയൊക്കെ ഓർമ്മയിൽ കൊച്ചുനാളിൽ ഓർമ്മ വെച്ച കാലങ്ങളിൽ മാണിസാറിന്
പാലായിലെ രാഷ്ട്രീയം മാത്രമല്ല, ബിസിനസ് ആയിക്കോട്ടെ, അല്ലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് മാണി സാറിന് വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചു. അവസാന വാക്കായിരുന്നു അല്ലേ? അവസാന വാക്കുന്ന മാണി സാർ എന്ന് പറയുമ്പോൾ പാലായുടെ ഒരു മുടിച്ചൂടാ മന്നൻ, ഒരു സംശയമില്ലാതെ അദ്ദേഹത്തിനെ രാഷ്ട്രീയമായി വിമർശിക്കുന്നവരുണ്ടാകാം. എല്ലാ കാലത്തും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ മുതൽ 4ാം ക്ലാസ് സ്കൂൾ ലീഡറായിട്ടാണ് ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. ചെറിയ കുട്ടിക്കാലം തൊട്ട് എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ്സിൽ ഞാൻ മത്സരിക്കുന്നത് കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ KSയുമായിട്ടാണ് 9ാം ക്ലാസ് മത്സരിക്കുന്നത്. പക്ഷെ അന്ന് മുതൽ മാണി സാർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിനെ ആരാധനയോടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പല നല്ല ഗുണങ്ങളും, രാഷ്ട്രീയ വിമർശകർ, രാഷ്ട്രീയ ശത്രുക്കൾ അദ്ദേഹത്തിനെ പല കാര്യങ്ങളും വിമർശിക്കുമെങ്കിലും അദ്ദേഹത്തിന് വലിയൊരു ക്വാളിറ്റി ഉണ്ട്. അത് ഫോളോ ചെയ്യാൻ, അല്ലെങ്കിൽ അത് അനുകരിക്കാൻ, അല്ലെങ്കിൽ റോൾ മോഡലായിരുന്നു പലർക്കും. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് എന്നും അദ്ദേഹം ഒരു പാഠപുസ്തകം തന്നെയായിരുന്നു, ഞാൻ ഉൾപ്പെടെയുള്ളവർ എതിർചേരിയിൽ നിൽക്കുമ്പോഴും. അല്ല, ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് അച്ഛനൊക്കെ വർഷങ്ങളായിട്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗമായിട്ട് നിന്ന ആളാണ് ആയിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ എതിർചേരിയിലായിരുന്നു. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 9ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ സ്കൂൾ ലീഡറായി. 9ാം ക്ലാസ്സിൽ ഞാൻ മത്സരിക്കുന്നത് കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി. അല്ല, അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ തന്നെ തുടങ്ങാം. സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളത്, അച്ഛൻ എവിടെയാണോ, അച്ഛൻ ഇപ്പൊ ഇടതുവശത്താണെങ്കിൽ മക്കൾ ഇടതുവശത്ത്, അച്ഛൻ ഇപ്പൊ വലതുവശത്താണെങ്കിൽ മക്കൾ വലതുവശത്ത്. ആ ഒരു ചിന്താഗതിയാണ് സ്വാഭാവികമായിട്ടും എല്ലായിടത്തും കാണുന്നത്. മക്കൾ രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അല്ലെ ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മുടെ ചെയർപേഴ്സൺ എന്ന വ്യക്തിയിലേക്കാണ് കിടക്കാം. ദിയ, എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക്, എങ്ങനെയാണ് അച്ഛൻ ഈ ഒരു കൈ പിടിച്ചുയർത്തി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് ആദ്യമായിട്ട് പറയുന്ന എപ്പോഴാണ്, മോളെ നീ മത്സരിക്കണം എന്ന് പറയുന്ന സാഹചര്യം എങ്ങനെയാണ് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും അത് ആക്ച്വലി നോമിനേഷൻ അവസാനിക്കാൻ ഐ തിങ്ക് 2 ദിവസം ബാക്കിയുള്ളപ്പോൾ, അല്ലെങ്കിൽ 2 ദിവസം ബാക്കിയുള്ളപ്പോൾ തീരുമാനിക്കുന്നു. ഇന്ന് ഈ സമയത്താണ് ഞാൻ കൊച്ചിയിലായിരുന്നു. അപ്പൊ പെട്ടെന്ന് വിളിച്ച്, എന്താ ചെയ്യുന്നത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞു, ഞാനിപ്പോ ബാക്കി പഠിക്കണം. അല്ല, ഞാൻ BA എക്കണോമിക്സ് ആയിരുന്നു. ഞാനിപ്പോ MBA എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുകയായിരുന്നു. BA പൊളിറ്റിക്സ് മതിയായിരുന്നു തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് എക്കണോമിക്സ് ഇഷ്ടമായിരുന്നു. അപ്പൊ എക്കണോമിക്സും പൊളിറ്റിക്സും അത്രയും ഇടപെടുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ ഞാൻ MBA ചെയ്യാനായിട്ട് നിൽക്കുവാണ്. കുറച്ച് നാളത്തെ ഹോൾഡ് വരും, അത് കഴിഞ്ഞിട്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യണം. അപ്പം ഞാൻ കൊച്ചിയിലായിരുന്നു ആ ടൈമില്. അപ്പൊ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞു. അപ്പം ഒരു സഡൻ ന്യൂസ് ആയിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് എന്റെ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇത് ചോദിക്കണം എന്നുണ്ടായിരുന്നു. കാരണം എന്റെ പഠിത്തം, അല്ലെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കുക. പിന്നെ ഞങ്ങൾ അപ്പത്തേക്കും കുറെ ദിവസം നോമിനേഷൻ ലാസ്റ്റ് ഡേറ്റ്സ് എന്ന് പറയുമ്പം ഇലക്ഷന്റെ പ്രചാരണം ഒക്കെ തുടങ്ങിയിട്ട് ഒത്തിരി ദിവസങ്ങൾ മുന്നോട്ട് പോയി. അപ്പൊ അത്രയും ദിവസങ്ങൾ നഷ്ടമായി. അപ്പൊ അങ്ങനത്തെ കുറച്ച് കൺസേൺസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം സംസാരിച്ച് അച്ഛൻ പറഞ്ഞു, നിന്റെ താല്പര്യമാണ്, നിന്റെ ഇഷ്ടമാണ്, ഇറ്റ്സ് അപ് ടു യു, യു ക്യാൻ ഡിസൈഡ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അപ്പൊ എനിക്ക് വേറൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഭാര്യയിലേക്ക് പോകാതെ മകളിലേക്ക് വന്നു? അതിൻ്റെ അത് പല റീസണുണ്ട്. എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ, 20 വർഷമായിട്ട് ഞാൻ നഗരസഭ കൗൺസിലറായിട്ട്. അപ്പോൾ ഞാൻ മോളെ, അതും പല പല പാർട്ടികളിൽ, അതുപോലെ സ്വതന്ത്രരായിരുന്നു, വാർഡുകളും ജനപിന്തുണ എന്ന് പറയുന്നത് അതൊരു ഭയങ്കര അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. അതിലേക്ക് നമുക്ക് കടക്കാം. പക്ഷെ ഞാനിത് പുതിയ ഈ മോളെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഞങ്ങളെ 2 കുട്ടികൾക്കും 2 സ്വഭാവമാണ്. മോളെ സംബന്ധിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ, അവൾക്ക് 1 വയസ്സുള്ളപ്പോൾ ഞാൻ കൗൺസിലർ ആയതാണ്. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ വാർഡ് സഭ കൂടുമ്പോൾ അവളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുപോലെ വീട്ടിൽ ഒരാൾ കാണാൻ വന്നാൽ എനിക്ക് വളരെ അഭിമാനം, ഒരു പിതാവ് എന്ന രീതിയിൽ, രാഷ്ട്രീയക്കാരൻ പിതാവ് എന്ന രീതിയിൽ ഒരാൾ കാണാൻ വന്നാൽ കയറിയിരിക്കാൻ പറ്റും. ആതിഥ്യ മര്യാദ, ഓരോരുത്തരോട് അപ്രോച്ച് ചെയ്യുന്ന രീതി, മുതിർന്നവരോട് കാണിക്കുന്ന ബഹുമാനം, അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് പോലും വന്നിട്ടില്ല. അപ്പോൾ അതുപോലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, സ്കൂളിൽ നിന്ന് വന്ന് ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ ഒരാൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അങ്കിളെ ചേട്ടാ എന്നെ മിണ്ടാത്ത എന്നൊക്കെ ചോദിക്കും. കൂട്ടുകാരെന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ. അപ്പം ജനങ്ങളുമായിട്ട് ഇടപഴകാൻ എനിക്കിപ്പോൾ അത് ഫീൽ ചെയ്തു. കാരണം സ്വാഭാവികമായിട്ടും ചെറിയ കാര്യമാണ്, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. അത് എല്ലാവരും, അല്ല, അതൊരു ഗുണമാണ്, വലിയ ഗുണമാണ്. അതുപോലെ വീട്ടിലൊരാൾ വന്നാൽ അവരെ ഡീൽ ചെയ്യുന്ന രീതി വളരെ മാന്യമായിട്ടും, അവർക്ക് ഒരു എത്ര മടുത്തിരിക്കുവാണേലും ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുപോലെ എന്നെ കാണാൻ വരുമ്പോൾ എല്ലാവരുമായിട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇടപെടുന്നുണ്ട്. രാവിലെ 6 മണി മുതൽ ആൾക്കാർ കാണാൻ വരും. അപ്പോഴൊക്കെ അവരോട് ചിരിക്കുന്ന മുഖത്തോടെ അവരോട് പെരുമാറാനും, നമ്മൾ പറയുന്നത് സാഗൂതം കേൾക്കാനും ഒക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയക്കാരി ഉണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ആ ഒരു ബ്ലഡിന്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ വൈഫ് എന്ന് പറയുമ്പോൾ വേറൊരു കൾച്ചറിൽ നിന്ന് വന്നതാണ്. കാര്യം ഇവളുടെ പ്രായത്തേക്കാൾ 1 വയസ്സിന് മുകളിൽ ഞാനുമായിട്ട് ബന്ധമുണ്ടെങ്കിലും അതാണ്. പക്ഷെ
ഞാൻ ഒരുപക്ഷെ വൈഫിനെ കൊച്ചാക്കി പറയുന്നതല്ല, കൂടുതൽ ഇടപഴകാൻ തോന്നി. മാത്രമല്ല അവളുടെ ഇളയാളെ അടുത്തയാൾ +1 ആയിട്ടുള്ളൂ. അമ്മ പ്രായമായിട്ടിരിക്കുകയാണ്. ഫാദർ 4 വർഷം മുമ്പ് മരിച്ചുപോയി. അപ്പം കുടുംബം ഞാൻ രാഷ്ട്രീയമായിട്ടും ബിസിനസ്സായിട്ടും ഒക്കെ നടക്കുമ്പോഴും കുട്ടികളുടെ വിദ്യാഭ്യാസവും വീട്ടുകാര്യങ്ങളും എല്ലാം പൂർണ്ണമായി, നമ്മുടെ മറ്റു ബിസിനസ് കാര്യങ്ങൾ പോലും പൂർണ്ണമായിട്ട് നോക്കുന്ന വൈഫാണ്. വൈഫിനെയും കൂടെ ഇതിലേക്ക് വലിച്ചഴച്ചാൽ അല്ലെങ്കിൽ ഞാനും കൂടെ നോക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബ ബാലൻസ് ബിസിനസ് ഉൾപ്പെടെ ഉള്ളത് ഉണ്ട്. അത് തന്നെ ബിനുചേട്ടന് നേരെ നിൽക്കാൻ സമയമില്ല. ഇല്ല, ബിസിനസ് ആയിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പം അമ്മ പ്രായമായിട്ടിരിക്കുകയാണ്, 80+ ആണ്. അപ്പൊ ഞാനത് എന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വീട് അനാഥമാക്കി ആദ്യം വീട്ടുകാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതാണ് മുകളിലേക്ക് എത്തിയത്. 21 വയസ്സാകുകയും ചെയ്തു. ഒരു പിതാവെന്ന രീതിയിൽ അഭിമാനവും സന്തോഷവും തോന്നി, ഇവളോട് ബഹുമാനം തോന്നി. ഞാനൊരു സജഷൻ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞതുകൊണ്ട് അംഗീകരിച്ചതാണോ? അത് നമുക്ക് ബിനുചേട്ടനേക്കാൾ നല്ലത് ദിയ പറയുന്നത്. അല്ല, എന്റെ മനസ്സിലായും പറഞ്ഞത്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, സമ്മതിക്കുമെന്നുള്ളത്. അപ്പൊ എടുത്ത് സമ്മതിക്കുകയല്ല ചെയ്തത്. എനിക്ക് സമയം വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നാളെ നോമിനേഷൻ ഡേറ്റ് ആണ്. അപ്പൊ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ഞങ്ങൾ ഇലക്ഷന് ഏറ്റവും ബന്ധപ്പെട്ട ഇവിടെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഉടനെ 1 മണിക്കൂറിനകം തീരുമാനം പറയണം, കാര്യങ്ങൾ പറഞ്ഞു. അച്ഛാ എനിക്ക് സമയം വേണം, ഞാൻ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കുന്ന അപ്പൊ ബിനുചേട്ടനോട് ചോദിച്ചിട്ട് നമുക്ക് ദിയയിലേക്ക് വരാം. എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ? അതിനു മുമ്പ് വേറെ ആരെങ്കിലും ഒക്കെ കൺസിഡർ ചെയ്ത് പോയിരുന്നു ആ സമയത്ത്? അതിൻ്റെ അകത്തൊരു വലിയ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന, രാഷ്ട്രീയത്തിലേക്ക് വന്നില്ല എങ്കിലും പറയുന്നത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിച്ചു. രാഷ്ട്രീയ സാഹചര്യം നമ്മൾ സംസാരിക്കാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ പാർട്ടിയുടെ ഉന്നതരായ നേതാക്കന്മാർ, സംസ്ഥാന ലെവലിലുള്ള നേതാക്കന്മാരുൾപ്പെടെ എന്നോട് അതിന്റെ ഭാഗമായി തന്നെ മത്സരിക്കണമെന്ന് നിർബന്ധം ആവശ്യപ്പെട്ടിരുന്നു. പാർട്ടിയുമായി യാതൊരു കലഹവും എനിക്ക് അഭിപ്രായ വ്യത്യാസവും ഇല്ലായിരുന്നു. ആ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവര് എന്നെ മത്സരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നെ അതിന്റെ കമ്മിറ്റിയിലേക്ക്, ജില്ലാ കമ്മിറ്റിയിലേക്ക് വിളിച്ചു വരുത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. നമ്മുടെ ഈ വാർഡുകൾ, 4-5 വാർഡുകൾ ശ്രദ്ധിക്കണം, അത് നമുക്ക്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിന്റെയും ആഗ്രഹത്തിന്റെയും പുറത്ത്, ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരുടെ നിർദ്ദേശം അനുസരിക്കാൻ ബാധ്യസ്ഥനായ ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും, ലോക്കൽ കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ഏകകണ്ഠമായി തീരുമാനിക്കുന്നു എന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തുകൊണ്ട് മത്സരിപ്പിക്കാന്. പക്ഷേ ലാസ്റ്റ് നിമിഷം, ഞാൻ ഈ പറഞ്ഞ രാത്രി 9 മണി സമയത്ത്, അതിന് മുമ്പേ പറഞ്ഞ ജോസ് കെ മാണി, അദ്ദേഹം സമ്മതിക്കുന്നില്ല. CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് തന്നെ സംസാരിച്ചു പോകാം. ഓക്കെ, ഇനി അതിനി മാറ്റിവെക്കണ്ട, ഇതിലേക്ക് തന്നെ കിടക്കാം. അതായത് ഞാനും സ്വാഭാവികമായിട്ടും കേട്ടിരുന്നു, ഞാനും ഈ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ താമസിക്കുന്ന വ്യക്തിയായതുകൊണ്ട് പാലയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട്, ഞാനൊരു അല്പം ഒരു കോൺഗ്രസ് ചായവുള്ള ഒരു വ്യക്തിയും കൂടി ആയതിനാൽ ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായതിനാൽ ഞാൻ മനസ്സിലാക്കിയത്, ജോസ് കെ മാണി എന്ന് പറയുന്ന വ്യക്തിക്ക് ബിനുചേട്ടനോട് എന്തോ ഒരു വ്യക്തിപരമായിട്ട് എന്തൊക്കെ വിദ്വേഷങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക വെഞ്ചൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ഇൻസിഡൻസ്, അത് വർഷങ്ങളായിട്ടുള്ളതാണെന്നാണ് എനിക്കറിയാം. ഏകദേശം ഒരു വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ ചെറിയ 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 പ്രശ്നങ്ങൾ. എനിക്ക് തോന്നുന്നു ഞാൻ അറിഞ്ഞത്, അതായത് സെൻറ് തോമസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചെയർമാൻ സ്ഥാനാർത്ഥിത്വം ബിനുചേട്ടൻ ഉണ്ടായിരുന്നു. അതിൽ പോലും ഒരു വിലങ്ങുതടിയായി ജോസ് കെ മാണി വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വരെ ഞാൻ കഥ കേട്ടു. എനിക്ക് അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് അത് ബിനുചേട്ടൻ തന്നെ പറഞ്ഞാൽ അവിടെ നമുക്ക് തുടങ്ങാം. അതുകൊണ്ടാണ് അത് ഒബ്സർവ് ചെയ്തതിൽ ചെറിയ തെറ്റുണ്ട്. കാരണം ജോസ് കെ മാണി രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് അത്ര വർഷമായില്ല. ശരിയാ. ഞാൻ മാണി സാറിന്റെ പോസ്റ്റർ ഒട്ടിച്ച് നടക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ജോസ് കെ മാണി പരിചയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി ആയിരുന്ന ഒരു തോമസ് ആന്റണി കുന്നുംപുറത്ത് എന്ന് പറഞ്ഞ ആളാണ് അന്ന് ജോസ് കെ മാണിയെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കത്തിരിപ്പള്ളി റോഡിൽ ഞങ്ങൾ മാണി സാറിന്റെ ഇലക്ഷൻ പ്രചരണത്തിന് പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാരുതി 800 തനിയെ ഓടിച്ച് ഒരാൾ വരുന്നു. അപ്പോൾ അവിടെ കണ്ട് വണ്ടി സ്ലോ ആയി നിർത്തി. അപ്പം ഞങ്ങളെ കണ്ട് ഇറങ്ങി വന്നില്ല. അപ്പോൾ ഈ തോമസ് ആന്റണി എന്ന് പറഞ്ഞ വ്യക്തി എന്നെ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തെ അറിയുമെന്ന് ചോദിച്ചില്ലെന്ന് പറഞ്ഞു. മാണി സാറിന്റെ മകനാണ്. എനിക്കൊന്ന് LIC-ലും കണ്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുക. പാന്റും ഷർട്ടും ഒക്കെ ഇട്ട്. എത്ര വയസ്സ് കാണും ആ സമയത്ത് അദ്ദേഹത്തിനോ? എന്താണേലും ഒരു 45+ ആയിരിക്കുമല്ലോ. സജീവമല്ലെന്നല്ല അദ്ദേഹം. അല്ല, എനിക്ക് തോന്നുന്നത് ഈ 2000 കൂടിയാണ് സജീവമാകുന്നത് അല്ലെ? 2003 മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന ഒരു തൊട്ട് മുമ്പാണ് പുള്ളി സജീവമാകുന്നത്.
അന്ന് മാത്രമാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ല ഒരു 35 വർഷത്തിന് മുകളിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തനം പരിചയമുണ്ട്. അപ്പം അദ്ദേഹം ഞാൻ പറഞ്ഞത് സ്കൂൾ തലത്തിൽ അല്ലെ കോളേജ് മത്സരിക്കുമ്പോൾ എന്നെ എതിർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചു വന്നേ ഉള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് തുടക്കം മുതൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അന്ന് ABVP-യോ SFI-യോ ക്യാമ്പസുകളിലില്ല. കോൺഗ്രസ് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ചെയർമാനായിട്ട് മത്സരിച്ചൊരു വ്യക്തിയാണ്. അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വം വിദ്യാർത്ഥി സമയത്ത് തന്നെ എനിക്ക് കിട്ടി. കോൺഗ്രസ്സുകാരനായിരുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വരെ ആയിരുന്നു, KPCC മെമ്പർ ആയിരുന്നു. അപ്പോൾ അത് DAC ഉണ്ട്, അതിലേക്ക് വരാം. അപ്പം അന്ന് മുതൽ മാണിസാറിന്റെ അതെ ലീഡറുമായിട്ട് അടുത്ത ബന്ധമായിരുന്നു. അപ്പൊ ഞാൻ അന്ന് മുതൽ KSU തമ്മിലായിരുന്നു സെന്റ് തോമസ് കോളേജിലെ ക്യാമ്പസിലെ എന്നും മത്സരം. അത് പല SFI ABVP നാമമാത്രം അത്രേ ഉള്ളൂ. അതെ, എല്ലോ ഒരു കോട്ടയത്തിന്റെ സാഹചര്യം പ്രത്യേകിച്ച് പാലായിലെ സാഹചര്യത്തിൽ അത്. അപ്പോൾ അന്ന് മുതൽ ഞങ്ങള് മത്സരം അത് ചിലപ്പോൾ സംഘർഷത്തിലേക്ക് പോയിട്ടുണ്ട്, സമരങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഈ ക്യാമ്പസിൽ മാനേജ്മെന്റ് എന്നും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്യും. സ്വാഭാവികമായിട്ടും ഞങ്ങള് അന്ന് പഴയ വലിയ സമരമൊക്കെ നടന്നതിന്റെ ഭാഗമായിട്ട്. പക്ഷെ ഞങ്ങള് 2 ഗ്രൂപ്പായിട്ട് A ഗ്രൂപ്പും I ഗ്രൂപ്പും വിഘടിച്ച് മത്സരിച്ചപ്പോൾ പോലും സെന്റ് തോമസ് കോളേജിൽ KSU ജയിക്കുന്നു. അങ്ങനെ ഞാൻ KSUവിന്റെ ജില്ലാ ഭാരവാഹിയായി, സെന്റ് മെമ്പറായി, അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നൊരു സമയം. I ഗ്രൂപ്പായിരുന്നു. അന്നും മാണിസാറിന്റെ കണ്ണിലെ രാഷ്ട്രീയ കരട് തന്നെയായിരുന്നു ഞാൻ ചെറുപ്പത്തില്. അച്ഛന് ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ എനിക്ക് ഞാൻ കേട്ടത് ജോസ് കെ മാണി ആയിരിക്കില്ല, മാണിസാർ തന്നെയായിരിക്കും. മാണിസാറിനെ നമുക്ക് ബഹുമാനമായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് എല്ലാ രീതിയിലും അദ്ദേഹവുമായിട്ട് നേരിട്ട് പോരടിക്കുവാണല്ലോ. അദ്ദേഹം ഒരിക്കലും ചതി ചെയ്തിട്ടില്ല. നേരെ പോകുന്നുള്ള ഞാൻ പറയും. ഇപ്പോഴും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ജീവിതത്തിൽ ഉടനീളം എതിർത്തിട്ടുള്ളപ്പോഴും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും മഹാനായ മാണിസാർ എന്ന് തന്നെ ഞാൻ പറയുന്നു. ലീഡറോടൊപ്പം തന്നെ ഞാൻ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന് വലിയ ബഹുമാനവും ആദരവും അന്നും ഇന്നും രാഷ്ട്രീയ ശത്രുക്കൾ പലതും പറഞ്ഞിട്ട് നമുക്കൊക്കെ രാഷ്ട്രീയപരമായിട്ട് ചില നിലപാടുകളോടും ഒക്കെ എതിർപ്പുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി, അദ്ദേഹത്തിന് ഒരു സ്ഥായിയായ ഒരു വിരോധം സൂക്ഷിച്ചിട്ടില്ല. ഞങ്ങളോടൊക്കെ ഉപദേശിക്കുന്നു പോലും എതിർ രാഷ്ട്രീയപ്പെട്ട ആളാണെങ്കിൽ വേദിയിൽ അടുത്തിരിക്കുമ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. നിസ്സാര ഒരു മൈക്കിന് മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ നമ്മളെങ്ങനെ വേണം അതുപോലെ പോലും പറഞ്ഞു തരുന്ന വലിയ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ എതിർകക്ഷിയിൽപ്പെട്ട ഞാനുൾപ്പെടെയുള്ളവർക്ക് പലർക്കും സ്വായത്തമാക്കാൻ പറ്റിയിട്ടുണ്ട്. രാഷ്ട്രീയ ശത്രുക്കൾക്ക്, അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവർക്ക്. പക്ഷെ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ മകന് മാത്രം അത് കിട്ടിയിട്ടില്ല. അത് പല സന്ദർഭങ്ങളിലും വിളിച്ചു പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് എന്നോടുള്ള രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ ആക്കം കൂട്ടി. അല്ല, എന്തുകൊണ്ടാണ്? അല്ല, അതിനു മുമ്പ് നമുക്ക് ഈ കലാലയ രാഷ്ട്രീയത്തിലേക്ക് തന്നെ കടന്നിട്ട് സ്വാഭാവികമായിട്ടും UDFന്റെ പക്ഷത്ത് നിൽക്കുന്ന 2 പാർട്ടികൾ, കേരള കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം നൽകുന്നു, ഘടകകക്ഷിയായിട്ട് കേരള കോൺഗ്രസ് നിലനിൽക്കുന്നു. എനിക്ക് തോന്നുന്നത് ബിനുചേട്ടനൊക്കെ പഠിക്കുന്ന കാലഘട്ടം ഒരു 85-90 കാലഘട്ടം അല്ലേ? അല്ല, 93. അപ്പോൾ ഏകദേശം 80 കാലഘട്ടം മുതൽ കേരള കോൺഗ്രസ് UDFന്റെ ഭാഗമാണ്, കോൺഗ്രസുമായിട്ട് ചേർന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ കലാലയ രാഷ്ട്രീയത്തിൽ ഇതെങ്ങനെയാണ് 2 ചേരിയിലായിരുന്നു KSUവും KSCയും തമ്മിൽ? അതെന്തുകൊണ്ടാണ് ഇവിടെ? ഒരു കാലത്തും ഐക്യജനാധിപത്യ മുന്നണിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് പാലാ സെന്റ് തോമസ് കോളേജിൽ മത്സരിച്ചിട്ടില്ല. ഒരു കാലത്ത്, അന്നുമില്ല ഇന്നുമില്ല. മാണിസാറ് UDF പോകുന്ന ഈ മുമ്പും അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നുവെച്ചാൽ മെയിൻ ആയിട്ട് മത്സരിക്കുന്ന ഈ 2 കക്ഷികൾ തമ്മിലായിരുന്നു. അല്ല, ഇപ്പം മാറ്റം വന്നു. ഇപ്പോൾ സെന്റ് തോമസിൽ SFIയുടെ വലിയ കോട്ട ഞാൻ പറഞ്ഞത് ജനാധിപത്യ മുന്നണിയായിട്ട് മത്സരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് അന്ന് മുതൽ വന്നിരുന്നത്. അത് എനിക്ക് തോന്നുന്നത് വേരുറപ്പിക്കാനുള്ള രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരുടെയൊക്കെ താല്പര്യത്തിന്റെ പുറത്തായിരിക്കാം. അപ്പോൾ ആ ഒരു നിലപാടുമായിട്ടായിരുന്നു ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ മാണിസാറിന്റെ ഞങ്ങള് സംഘർഷങ്ങൾ ഉണ്ടാവുമായിരുന്നു അന്ന് ക്യാമ്പസുകളിൽ. അതാണ് അടുത്ത ചോദ്യം. മാണിസാറുമായിട്ട് ബന്ധപ്പെട്ട് മാണിസാറ് വെഞ്ചൻസ് കാണിച്ചിട്ടുണ്ടെന്ന് ഓൾറെഡി ബിനുചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർത്തെടുക്കാൻ തോന്നുന്നുണ്ടോ? എന്താണ്? അതായത് ഞങ്ങള് ക്യാമ്പസിൽ സംഘർഷം ഉണ്ടായി. അതിനുശേഷം ഞങ്ങൾ പാലാ ടൗണിൽ മാണിസാറിനെതിരെ പ്രകടനം നടത്തി. അന്ന് അത് വലിയൊരു സംഭവമായിരുന്നു. അതെനിക്ക് തോന്നുന്നത് KC വേണുഗോപാൽ, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ്, അന്ന് KSU പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ട് അനൗൺസ് ചെയ്യുന്ന അന്ന് അദ്ദേഹം യാദൃശ്യമായി കോട്ടയത്തുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ട് ഒരു കോളേജിൽ വന്ന് മാത്രമേ അദ്ദേഹം പാനൽ അനൗൺസ് ചെയ്തുള്ളൂ. പാലാ സെന്റ് തോമസ് കോളേജിൽ ഞാൻ ലീഡ് ചെയ്ത അതിനുവേണ്ടി അന്നും ഇന്നും അദ്ദേഹവുമായിട്ട് ബന്ധം തുടരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ട് നിനക്കാണ് ആദ്യം വരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ അപ്പം ആ ക്യാമ്പസിന്റെ ഒരു പ്രാധാന്യമാണ് ഞാനത് ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അവിടെ ഒരു സംഘർഷം ഉണ്ടായി. അതിനോടനുബന്ധിച്ച് പാലാ ടൗണിൽ ഞങ്ങൾ പ്രകടനം നടത്തി.
പാലാ ടൗണിൽ വീണ്ടും സംഘർഷം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ്സുകാരെല്ലാം ഞങ്ങൾ അഡ്മിറ്റായി, കുറച്ച് പേര് അവരും അഡ്മിറ്റായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പാലായിലെ മുഴുവൻ കോൺഗ്രസ്സുകാരെ സംഘടിച്ച് അന്ന് എബ്രഹാം സാർ ഉൾപ്പെടെ ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരും ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ വന്ന് പിറ്റേ ദിവസം ഹർത്താലിന് അനൗൺസ് ചെയ്തു മാണി സാറിനെതിരെ. അത് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പൊ രാത്രി പത്രത്തിൽ ഏറ്റവും ലാസ്റ്റ് ന്യൂസ് കൊടുക്കുന്നത് പിറ്റേ ദിവസം കോൺഗ്രസിന്റെ ഹർത്താൽ പാലായിൽ. പക്ഷെ ദൗർഭാഗ്യവശാല് അത് ഉന്നതരായ നേതാക്കന്മാർ, UDF നേതാക്കന്മാർ ഇടപെട്ട്, അന്ന് തെന്നല ബാലകൃഷ്ണപിള്ള സാറായിരുന്നു പാർട്ടിയുടെ പ്രസിഡന്റ്, KPCC അധ്യക്ഷൻ. അദ്ദേഹം ഇടപെട്ട് പാർട്ടി നേതാക്കന്മാരെ മുഴുവൻ രാത്രി മാണി സാറിന്റെ ആവശ്യപ്രകാരം അദ്ദേഹം അത് ഐക്യജനാധിപത്യത്തിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ നടന്നു. പക്ഷേ മറ്റൊരു പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം സമരം ചെയ്യാന്ന് കോൺഗ്രസ് ഹർത്താൽ അനൗൺസ് ചെയ്തു. വിദ്യാർത്ഥി പ്രസ്ഥാനമല്ല, അതിന് വലിയ പ്രാധാന്യം വന്നു. അപ്പോൾ വിട്ടുപോകാനുള്ള സാധ്യത ഉണ്ടാകുന്ന കാര്യം. അപ്പോൾ രാത്രി തന്നെ അദ്ദേഹം നേതാക്കന്മാരെ വിളിച്ചത് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ തന്നെ രാത്രി ലാൻഡ് ഫോണിലേക്ക് ഞങ്ങളുടെ നേതാക്കന്മാര് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും നാളെ ഹർത്താൽ പറ്റത്തില്ല, പാർട്ടി നിർദ്ദേശം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അനൗൺസ് ചെയ്താണ്, ഞങ്ങൾക്ക് നടത്താതിരിക്കാൻ പറ്റത്തില്ല. രാവിലെ KC വേണുഗോപാൽ അദ്ദേഹം ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ എൻ്റെ ആളായിട്ടാണ് പറഞ്ഞേക്കുന്നത്, ഇങ്ങനെ KPCC അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നടത്താൻ പറ്റത്തില്ല, നടത്തിയാൽ നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ചോരത്തിളപ്പായിരിക്കാം, രാഷ്ട്രീയ അജ്ഞതയാകാം, പ്രസ്ഥാനത്തോടുള്ള കൂറാകാം, ഞങ്ങൾ എന്ത് വേണം ആ സമയത്ത് മെയിൻ അത് തന്നെയാണ് ചോരത്തിളപ്പാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഫൈറ്റ് ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ചെയ്ത് നിൽക്കുക. ഞങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാർ മാറി നിന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പിറ്റേ ദിവസം പാലാ ടൗണിൽ ഹർത്താൽ നടത്തി. ചരിത്രത്തിൽ അതിനുശേഷം അതിനു മുമ്പും ഉണ്ടായി കാണത്തില്ല മാണി സാറിനെതിരെ ഒരു ഹർത്താൽ. ബാർക്കോഴ വന്നപ്പോൾ പോലും ഒരു ഹർത്താലിലേക്ക് ഇടതുപക്ഷം പോലും തയ്യാറായില്ലായിരുന്നു. അപ്പോൾ ആ ഹർത്താൽ നടത്തി ഞങ്ങൾ കടകൾ, കേരള കോൺഗ്രസിന് ആഭിമുഖ്യമുള്ള പല ബിസിനസ് സ്ഥാപനങ്ങളും ഉണ്ട്, അവരെ ബലമായി ഞങ്ങൾ അടപ്പിച്ചു. ആ ഹർത്താൽ ഞങ്ങൾ വിജയിച്ചു. ജനപിന്തുണ ഉണ്ടായിരുന്നു ജനത്തിന്. അത് ക്യാമ്പസിൽ മാത്രമല്ലായിരുന്നു, പാലായിൽ അന്നും ഇന്നും എനിക്ക് തോന്നുന്ന UDF വിട്ടു പോകുന്നോടം വരെ കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ എന്നും ഫൈറ്റായിരുന്നു. മുനിസിപ്പൽ ഇലക്ഷൻ ആയിക്കോട്ടെ, പഞ്ചായത്ത് ഇലക്ഷൻ ആയിക്കോട്ടെ, ഒരു ബാങ്കിലായിക്കോട്ടെ, കേരള കോൺഗ്രസിന്റെ അപ്രമാദിത്യം കാണിക്കാൻ കോൺഗ്രസ്സുകാർ സമ്മതിക്കുമല്ലായിരുന്നു. പക്ഷെ അങ്ങോട്ട് തിരിച്ചു. പക്ഷെ ഉമ്മൻചാണ്ടി സാറും മാണി സാറും ഒക്കെ ആയിട്ടുള്ള ഒരു ധാരണ, രാഷ്ട്രീയം പല രാഷ്ട്രീയം, അപ്പൊ പലപ്പോഴും ഞങ്ങൾക്കൊക്കെ തിരിച്ചടി ഉണ്ടാവുമായിരുന്നു. പക്ഷെ ആ ഹർത്താലിനോടനുബന്ധിച്ച് ഞങ്ങളെ 5 പേരെ പാർട്ടിയിൽ നിന്ന് അന്ന് സസ്പെൻഡ് ചെയ്തു. ഇന്ന് 5 പേരിൽ ആരെങ്കിലും ഒക്കെ അതിൽ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ളൂ. അത് നമ്മുടെ മാനസികാപ്പൻ MLA സഹോദരൻ ചെറിയാൻ സിക്കാപ്പൻ ഉൾപ്പെടെയുള്ളവർ. അദ്ദേഹം ആ ഒരു ഇൻസിഡന്റോട് കൂടിയാണ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹം വെളിയിലേക്ക് പോകുന്നത്. NCPയുടെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് ബെന്നി മൈലാടൂര്. അങ്ങനെ ഞങ്ങൾ 5 പേരെയാണ് നടപടി എടുക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഫൈറ്റ് ചെയ്തു. ഞങ്ങൾ വീണ്ടും തിരിച്ച് കയറി. അന്ന് ലീഡർ ആ സമയത്ത് ഒരു ചോദ്യം കൂടി, ആ സമയത്ത് അച്ഛൻ എനിക്ക് തോന്നുന്നു കേരള കോൺഗ്രസിലാണ്. അതെ അല്ലേ? അപ്പം അച്ഛൻ ഇടപെടുന്നില്ലേ, മോനെ എടാ ഇച്ചിരി ഒന്ന് ഒതുങ്ങടാ എന്ന് പറയുന്നില്ല? പക്ഷെ അച്ഛൻ എന്റെ രാഷ്ട്രീയത്തെ ഒരിക്കലും വിലക്കിയിട്ടില്ല. ഞാൻ കോളേജിൽ മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിക്ക് സാമ്പത്തിക സഹായം ചെയ്യുമായിരുന്നു അച്ഛൻ, മാണി സാർ പറഞ്ഞിട്ട്. വീട്ടിൽ ചോദിച്ച് ഞങ്ങൾ പലപ്പോഴും അത് പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട്. മാണി സാറിന്റെ എനിക്ക് തോന്നുന്ന ഒരു 30 വർഷത്തോളം നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്നു അച്ഛൻ. എന്നെ പോലെ ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ഒരാള്. മാണി സാറിന് ഈ പ്രദേശത്ത് മോസ്കോ എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. CPM കോട്ടയായിരുന്നു. അതെ. അപ്പോൾ അവിടെ ഒരു ബൂത്തിൽ കയറി ഇരുന്നാൽ രാവിലെ ഇറങ്ങിയാൽ വൈകിട്ട് ബൂത്ത് അടച്ച് ഞങ്ങൾ ചെന്ന് കൂട്ടിക്കൊണ്ട് പോരുക ചെയ്യുന്നത്. വേറെ പകരം ഒരാളെ ഇരുത്താനോ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ട് തിരിച്ചു കയറാൻ അതുപോലത്തെ ഒരു സാഹചര്യം അന്ന്. പക്ഷെ ഞങ്ങൾ UDF എന്ന് പറഞ്ഞ് മാണി സാറിനെ മത്സരിപ്പിക്കുമ്പോൾ ഇപ്പോഴും അമ്മയൊക്കെ ഓർത്തെടുക്കാറുണ്ട്. ഈ തോളത്ത് ഗോണിയും ചുവന്ന് 1-2 പേരേ ഉള്ളൂ, ബാനർ കെട്ടാനും ഒക്കെ മുൻകൈ എടുത്ത് പോവുമായിരുന്നു. അതുപോലെ ഞങ്ങൾ മാണി സാറിന് ഒരു UDF നേതാവ് എന്ന രീതിയിൽ പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെയാണ് ജോസ് കെ മാണി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് മാണി സാറിന് വേണ്ടി സ്ട്രെയിൻ എടുത്തവർ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും ദിയ കുറെ നേരമായിട്ട് മിണ്ടാതിരിക്കുക. അപ്പോൾ ഒരു ചോദ്യം നമ്മൾ ദിയയോട് ചോദിക്കണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അച്ഛന്റെ കലാലയ രാഷ്ട്രീയത്തെ കുറിച്ചാണ്. ദിയക്ക് എങ്ങനെ എന്തെങ്കിലും കലാലയ എവിടെയാ പഠിച്ചത്? ഞാൻ 10 വരെ അൽഫോൺസ ഭരണങ്ങാനത്താണ് പഠിച്ചത്. പിന്നെ രാഷ്ട്രീയമില്ല, പോട്ടെ അത് വിട്ടേ. +1 +2 കോവിഡ് ആയിരുന്നു, അല്ലെങ്കിൽ അവിടെ രാഷ്ട്രീയമില്ല. കോളേജ് കാലഘട്ടം എവിടെയായിരുന്നു? കോളേജ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് എന്ന് പറയും, ചെന്നൈയിലാണ്. അപ്പം അവിടെ ആക്ച്വലി ഒരു ഓട്ടോണോമസ് കോളേജ് ആണ്. അപ്പം രാഷ്ട്രീയം നമ്മുടെ നാട്ടിലെ പോലെ ഇല്ല. വളരെ അത് സ്ട്രിക്റ്റ് ആയിട്ട്
പ്രൊഹിബിറ്റഡ് ആണ് രാഷ്ട്രീയം. പക്ഷെ ഒബിയസ്ലി അവർക്ക് മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഇതിനായിട്ട് വേണ്ടി അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോ ക്യാപ്റ്റൻസും ചെയർമാനും അങ്ങനത്തെ ഓരോ ഇതുണ്ട്. അല്ല എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ സമകാലീന വിഷയങ്ങളെ കുറിച്ചൊക്കെ ഒരു പഠനം നടത്തിയോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഫോൺ ഇപ്പൊ നമുക്കെല്ലാം ഫോണിൽ നമുക്ക് വളരെ അപ്ഡേറ്റ് ആയിട്ട് എല്ലാ സാധനങ്ങളും കിട്ടുന്ന സാഹചര്യവും കാലഘട്ടമാണല്ലോ നമ്മുടെ. അപ്പൊ എല്ലാം ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ട്. അതൊരു എനിക്ക് ഒരിക്കലും ഇതൊരു പൊളിറ്റീഷ്യന്റെ മകൾ എന്നുള്ള രീതിയിലല്ല, അത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ള ഒരു രീതിയിൽ രാഷ്ട്രീയ അവബോധം, പ്രത്യേകിച്ച് യുവാക്കൾക്ക് അല്ലേ, യുവാക്കൾക്ക് രാഷ്ട്രീയ അതായത് അരാഷ്ട്രീയവാദം ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആ സമയത്താണ് പൊളിറ്റിക്കൽ ആവരുത് ആരും ഒന്നും വിശ്വസിക്കുന്നില്ല. എന്തേലും ഒരു ഒരിക്കലും പൊളിറ്റിക്സ് എന്തായാലും നമ്മളെ എത്രത്തോളം അഫക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു മണ്ടത്തരമാണ്. നമ്മൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു മറ്റൊരു രീതിയിൽ അത് നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. ഒരിക്കലും പൊളിറ്റിക്കൽ ആവാൻ പറ്റില്ലല്ലോ. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോ എന്താ കലാലയ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു സജീവ പ്രവർത്തനം നടത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അതെ. അപ്പം അച്ഛൻ നമ്മൾ വിളിച്ച സാഹചര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വന്നത് എന്താണ്? പണിയാവോ എന്നാണോ ആദ്യം? ആദ്യത്തെ ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷന്റെ ബാക്കി എന്താവുന്നായിരുന്നു എന്റെ ഒരു തോട്ട്. ബിക്കോസ് ഞാൻ ആ ഒരു ടൈമിൽ അത്രയും ആ ഒരു വേറെ കാര്യമുണ്ട്, ആ മത്സരിക്കാൻ വിളിക്കുന്ന സമയത്ത് ജീവിതത്തിൽ നമ്മൾ ഓർക്കുന്നില്ല, ചെയർപേഴ്സണാകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതില്ലല്ലോ. പക്ഷെ എനിക്ക് എന്റെ ഒരു ശരിയാണെങ്കിൽ വിനിച്ചേട്ടൻ അത് പിന്നെ എനിക്ക് 100% എനിക്കത് അത്യാവശ്യം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. വിനിച്ചേട്ടൻ ഏകദേശം അതൊരു കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ വിളിച്ച് പറയാണ്. അന്ന് വല്ലതും പറഞ്ഞോ, മോളെ ജയിച്ചാ നീ ചെയർപേഴ്സൺ ആവാൻ സാധ്യത പറഞ്ഞിരുന്നോ? മോളോട് പറഞ്ഞില്ല, പക്ഷെ വീട്ടിലും സൂചിപ്പിച്ചു. കൂടാതെ ഞങ്ങളുടെ പ്രവർത്തകർക്കിടയിൽ ഞങ്ങളിത് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ 2010 ഞാൻ സമാനമായിട്ട് മത്സരിച്ചായിരുന്നു, 3 പേരെ നിർത്തിയായിരുന്നു, 3 പേരെ ജയിപ്പിച്ചു. പക്ഷെ അന്ന് ഈ ഏത് രാഷ്ട്രീയക്കാരനും ആഗ്രഹിക്കുന്ന ഇതിൽ അതൊരു നിങ്ങൾ അംഗീകരിച്ചിട്ടോ ആ കാര്യത്തിൽ ഒരു ഏരിയ മുഴുവൻ എന്താ കേന്ദ്രീകരിച്ച് വിജയ ചെറിയ കാര്യമല്ല. അത് സ്വതന്ത്രമായിട്ട് നിന്ന് ജയിക്കാന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല. പാർട്ടിപരമായിട്ട് ചിലപ്പം CPM നിന്നോ കോൺഗ്രസിൽ നിന്നോ BJP നിന്നോ, BJP പോട്ടെ മാറ്റി നിർത്താം, കോൺഗ്രസിൽ നിന്നോ CPM അതുപോലെ മുസ്ലിം ലീഗ് ഒക്കെ മലപ്പുറത്ത് അങ്ങനെ ജയിക്കാറുണ്ട്. പക്ഷെ ഒരു സ്വതന്ത്രനായി നിന്ന് 13, 14, 15 എണ്ണി ജയിക്കാന്ന് പറഞ്ഞാൽ 2010 ഇതുപോലെ ജയിച്ചു. ജയിച്ചിട്ടുണ്ടല്ലേ? വേറെ 2 പേരെ നിർത്തി ഞങ്ങൾ 3. പക്ഷെ അന്ന് ദൗർഭാഗ്യവശാൽ കേരള കോൺഗ്രസിന്റെ UDFന്റെ ഭൂരിപക്ഷം 17 ആയിരുന്നു. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ ഞാൻ ഇപ്പൊ പറയുന്ന ഒരു കാര്യം, മാണി സാറ് വണ്ടി വിട്ട് വിളിപ്പിച്ച്, ഞാൻ പോയില്ലായിരുന്നു, ചെല്ലണം എന്ന് പറഞ്ഞ് ചെന്ന് നിർബന്ധപൂർവ്വം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം എനിക്ക് തന്നു. ശരിക്കും തരേണ്ട ആവശ്യമില്ല, അത് മാണി സാറാണത്. മാണി സാറിന് മനസ്സിലായി ഞങ്ങളെ 3 പേര് ജയിപ്പിച്ചു, ജനങ്ങളുടെ അംഗീകാരമുണ്ട്, നമ്മളെ കൂടെ നിർത്തണമെന്ന് മാണി സാർ വിചാരിച്ചു. 5 വർഷത്തേക്ക് നമ്മൾ പേടിയുണ്ടെന്ന് പറയുന്ന പോലെ അല്ലാതെ നമ്മളെ ഒരിക്കലും ആവശ്യമില്ല. 17 വെറുപ്പിച്ച് നിർത്തണ്ടെന്നുള്ളൊരു ചിന്താഗതി അതാണ് മാണി സാർ ചേർത്ത് നിർത്തി. ഞാൻ പറഞ്ഞു അതാണ് മാണി സാറും ജോസ് കെ മാണിയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞത്. ആവശ്യമുള്ള സമയത്ത് പോലും അദ്ദേഹം നമ്മളെ തള്ളി പറയുന്നു. മാണി സാർ രാഷ്ട്രീയത്തിൽ എപ്പോഴും ശത്രുക്കൾ അല്ലേ? ഇല്ലല്ലോ. അപ്പം ഞങ്ങൾ വീട്ടിൽ സംസാരിച്ച് മോളോട് സംസാരിച്ചില്ല. പക്ഷെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഈ പ്രാവശ്യത്തെ രാഷ്ട്രീയം എങ്ങോട്ടാ പോകുന്നതെന്നൊരു കണക്കൂടലുണ്ടായിരുന്നു. ചില സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നല്ലാതെ ചില കുറച്ചുകൂടി നിങ്ങൾ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? ഒരു 16 വരെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഞങ്ങളുടെ കണക്കൂട്ടിൽ വളരെ ആരും ഭരിച്ചാലും LDF ഭരിച്ചാലും UDF സപ്പോർട്ട് ഇല്ലാതെ ഭരിക്കാൻ പറ്റില്ല. 2 or 3 സീറ്റിന്റെ കൂടുതൽ വ്യത്യാസം വരത്തില്ല. ഞാൻ 2 or 3 സീറ്റ് അതുപോലെ സംഭവിച്ചു. അത് ഞങ്ങൾ ഇപ്പോഴല്ല, തെരഞ്ഞെടുപ്പിന്റെ ചർച്ചയിൽ നടക്കുന്നുണ്ട്. ഒരു ബാർഗൈനിങ് പവർ കിട്ടി. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ലാസ്റ്റ് നിമിഷം വരെ ആ സീറ്റിന് ഞാൻ ഒരു സീറ്റ് വാങ്ങിച്ച് ഒരു കൗൺസിലറായിട്ട് മുമ്പോട്ട് ഇരിക്കണമെന്നതിൽ കവിഞ്ഞ പ്രതീക്ഷ വന്നത്. പക്ഷേ നമുക്ക് ജോസ് കെ മാണി സീറ്റ് CPMന്റെ സീറ്റ് നിശ്ചയിച്ചപ്പോൾ എനിക്കറിയാൻ സാധിച്ച അദ്ദേഹം പറഞ്ഞ കമന്റ്, പാലായിൽ അങ്ങനെയാണ് സൗഹൃദ മത്സരം നടക്കട്ടെ, CPM LDF വേണ്ട, ഞങ്ങൾ LDFിൽ ഇല്ല, സൗഹൃദ മത്സരം നടക്കട്ടെ എന്ന് ഭീഷണിപ്പെടുത്തി. അത് കേരള രാഷ്ട്രീയത്തിന് മൊത്തത്തിൽ ബാധിക്കും. അതുകൊണ്ടായിരിക്കും CPM സ്വാഭാവികമായിട്ട് ഞാൻ എന്ന വ്യക്തിയാണോ ജോസ് കെ മാണി എന്ന പ്രസ്ഥാനത്തിൽ അന്നും ഇന്നും അവരുമായിട്ടുള്ള സൗഹൃദം തുടരുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ഒരു ഘട്ടത്തിലും CPMനെ വിമർശിച്ചിട്ടില്ല, ഒരു ഘട്ടത്തിലും വിമർശിച്ചിട്ടില്ല. പക്ഷെ ജോസ് കെ മാണി ഞാൻ ശരിക്കും വിമർശിക്കേണ്ട സാഹചര്യത്തിൽ, അല്ലാതെ എല്ലാവരും പറഞ്ഞാൽ അന്ധമായ വിരോധം കൊണ്ട് ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. ഞാൻ ആദ്യം വിമർശിച്ച് എനിക്ക് മത്സരിക്കാൻ അവസരം നിശ്ചയിച്ചപ്പോൾ
സ്വാഭാവികമായി ഞാനൊരു പ്രതികരണം നടത്തി, അന്നൊരു പ്രസംഗം നടത്തി. അതിൻ്റെ ഒരു പ്രതിഷേധ സൂചകമായി ഞാൻ ഒരു വർഷത്തേക്ക് കറുത്ത വസ്ത്രം ധരിച്ചു. അതൊക്കെ നടന്നു. അത് ഞാൻ ഉൾക്കൊണ്ടു ക്രമേണ. കാര്യം എന്നാ വെച്ചാൽ ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ ഘടകകക്ഷിക്ക് താല്പര്യമില്ലാത്ത ഒരാളെ, നമുക്കറിയാം നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ ഇത് സംഭവിക്കുന്നത്, എനിക്ക് രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി ഞാനത് ഉൾക്കൊണ്ടു. പക്ഷെ അതിനുശേഷം ഈ പറയുന്ന 3 വർഷങ്ങൾക്ക് ശേഷം CPM എനിക്ക് സീറ്റ് തരുമ്പോൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞെടുക്കുന്നു. അതിനു മുമ്പൊരു വിമർശിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അതായത് അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നു. എനിക്കെതിരെ നടപടി ഉണ്ടായ സാഹചര്യം ഞാനത് പറയുന്നു. ഞാനത് വിമർശിച്ചു. ഇപ്പോഴും ഞാൻ പറയുന്നു, ജനപിന്തുണയില്ലാതെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് രാജ്യസഭ. അത് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, രാഷ്ട്രീയ അഭയം ചോദിച്ചു എന്നതിനോട് CPM കാണിച്ച ഔദാര്യമാണ് രാജ്യസഭാ സീറ്റ് എന്ന് പറഞ്ഞ് എൻ്റെ ആ ഒരു കമൻ്റാണ് എന്നെ CPM നടപടി എടുക്കുന്നത്. അത് CPM സ്വമേധയോ അവരുടെ ആഗ്രഹപ്രകാരം എടുത്തതല്ല. ജോസ് കെ മാണി ശക്തമായ ആവശ്യം ഉന്നയിച്ച് സ്റ്റേറ്റ്, ഞാൻ ലീഡർ നേതാവിൻ്റെ പേര് പറഞ്ഞില്ല, നേതാവിൻ്റെ അടുത്ത് സമ്മർദ്ദം ചെലുത്തി എനിക്കെതിരെ നടപടി. ഏറ്റവും ഉന്നതനായ നേതാവ് സെക്രട്ടറി അല്ല, സെക്രട്ടറി അടുത്ത് ഞാൻ പോയി കണ്ടു. അറിയാലോ, പാർട്ടി മുന്നണിയും പാർട്ടിയെ നയിക്കുന്നവര്. അപ്പോൾ ഞാൻ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി ഞാൻ പോയി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കാം. ഞാൻ പറയാം, ഒരാളെ നമ്മള് നിലപാടുകൾ പറയുന്നതിൽ നമ്മള് അതല്ല, ഞാൻ എത്രയോ ഉന്നത വെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, വെള്ളം ചേർത്തല്ല. ഞാൻ വിശ്വസിക്കുന്നത് ബിനുചേട്ടന്റെ ആ നിലപാടുകൾക്കുള്ള അംഗീകാരമാണ്. എത്രയോ ഉയരത്തിലുള്ള നേതാവാണ് ഞാൻ. ഗ്രാസ് റൂട്ട് ലെവലിൽ അത്രയോ ഉയരത്തിലുള്ള ഞാനുമായിട്ട് ഒരു രീതിയിലും അല്ല, ഞാൻ ആയിരിക്കാന്ന് പറഞ്ഞതാണ് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായി. പക്ഷേ താരതമ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അവിടെ പ്രസക്തിയില്ല. കാരണം ഓരോ വ്യക്തികളും പ്രവർത്തിക്കുന്ന മേഖലകൾ വ്യത്യസ്തമായിരിക്കും. അല്ല, എങ്കിലും ചേട്ടൻ ഇപ്പൊ പ്രവർത്തിക്കുന്നത് പാലാ കേന്ദ്രീകരിച്ചാണ്. അദ്ദേഹം കേരളത്തിന്റെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന രീതിയിൽ പ്രവർത്തിക്കുക. അതുകൊണ്ട് നമുക്ക് ആരെയും വിമർശിച്ചുകൂടാ എന്നുള്ള ഒരു ഇതില്ല. ഞാൻ വിമർശിക്കത്തില്ലെന്നല്ല, ദൈവത്തെ പോലും വിമർശിക്കുന്ന നാടാണ്. പിന്നെ ഞാൻ ദൈവത്തെക്കാൾ വരുന്നില്ലല്ലോ. സംസ്ഥാന നേതൃത്വത്തിന്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ അവര് പറഞ്ഞത്, അദ്ദേഹം എന്ന് പോലും അല്ല പറഞ്ഞു, അയാൾ ഒരു പക്ഷെ അവരുടെ ഭാഷാശൈലിയായിരിക്കും, അയാൾ നമ്മുടെ മുന്നണിയിൽ നിൽക്കുന്നതാണ്, അയാളെ നമുക്ക് ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അല്ലാതെ താങ്കളോട് എനിക്കോ പാർട്ടിക്കോ യാതൊരു അഭിപ്രായമില്ല. താങ്കൾ വന്നത് പാർട്ടിക്ക് മുതൽക്കൂട്ടാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ബൈ ഇലക്ഷനോട് കൂടിയാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. ബഹുമാനായ കൊടിയേരി സഖാവും വാസവ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവർ എൻ്റെ വീട്ടിൽ വന്നു. അതിനു മുമ്പ് എനിക്കൊരു എൻ്റെ അമ്മ വീട്ടുകാർ CPMന്റെ ഉറച്ച ആളുകളായിരുന്നു. അപ്പം വൈക്കം മിഷൻ ജനെ പോലെയുള്ള TK രാമകൃഷ്ണനെ പോലുള്ള ഒരു വീട്ടിൽ ഒളിവിൽ പോലും കിടന്നിട്ടുണ്ട്. വൈക്കത്താണ്, വെള്ളൂരാണ് വീട്. അപ്പം അങ്ങനെ എൻ്റെ അമ്മാവൻ ഏരിയ സെക്രട്ടറി ആയിരുന്നു, പാർട്ടിയുടെ ജില്ലാ സർക്കിൾ സഹകരണ യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അത്രയും CPMമായിട്ട് വളരെ ബന്ധമുണ്ടായിരുന്നു. അപ്പൊ ആ ബന്ധം ഇവർക്ക് എല്ലാവർക്കും അറിയാം, വർഷങ്ങളായിട്ട് അറിയാം. അപ്പോൾ അവർ വന്നു പറഞ്ഞു. അപ്പം മാനസികാപ്പൻ ബൈ ഇലക്ഷന് ജയിക്കുന്നു. ആ ജയമാണ് തുടർ ഭരണത്തിന് കാരണമായത് എന്ന് പോലും പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞു. അതിൽ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് തന്നെ നിൽക്കണം, മറ്റ് കാര്യങ്ങൾ പാർട്ടി ആയിട്ട് നിങ്ങൾക്കൊരു പ്രശ്നമില്ല. ആ ഒരു വാക്ക് വിശ്വസിച്ചാണ് പാർട്ടിയിൽ നടപടി എടുത്തിട്ടും പാർട്ടിക്ക് എനിക്ക് പങ്കെടുക്കാവുന്ന വേദികളിൽ മുഴുവൻ ഞാൻ പങ്കെടുത്തു. കമ്മിറ്റികളിൽ പറ്റത്തില്ല, പാർട്ടി എല്ലാ കമ്മിറ്റികളിലും ഞാൻ പെടുന്നത്. അങ്ങനെ ഒരു സഹകരിച്ചു പോകുന്ന ഒരു മനോഭാവം തന്നെയായിരുന്നു.